ചില കഥകൾ അങ്ങനെയാണ്. ഒരു തവണ മാത്രം കേട്ടാൽ മതി, മനസ്സിലങ്ങനെ പതിഞ്ഞു കിടക്കും. അത്തരത്തിലുള്ള ഒരു കഥ പറയാം. അവർ 2 പേരും അനാഥരായിരുന്നു. 6 വയസ്സുള്ള അവനും 4 വയസ്സുള്ള അവൻ്റെ കുഞ്ഞു പെങ്ങളും കടൽ തീരത്ത് കളിച്ചതിനു ശേഷം വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു സെഞ്ചിയുണ്ട്. കടൽ തീരത്തു നിന്നും ശേഖരിച്ച കുഞ്ഞു ചിപ്പികളും കുഞ്ഞു ശംഖുകളുമാണ് അതിൽ ഉണ്ടായിരുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോയതിന് ശേഷമാണ് അവന് മനസ്സിലായത് തൻ്റെ കുഞ്ഞു പെങ്ങൾ കൂടെയില്ല എന്ന്. പരിഭ്രാന്തനായ അവൻ വന്ന വഴിയിലൂടെ തിരികെ ഓടാൻ തുടങ്ങി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതിന് ശേഷമാണ് അവന് മനസ്സിലായത് അവൾ ഒരു കടയുടെ മുന്നിൽ ഒരു പ്രതിമ പോലെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത്. എന്താണ് ഇത്ര താല്പര്യത്തോടെ അവൾ നോക്കുന്നത് എന്നറിയാൻ വേണ്ടി അവൻ ആ കടയിലേക്ക് പാളി നോക്കി. പാവകളെ വിൽക്കുന്ന ഒരു കടയായിരുന്നു അത്. അതിൽ മനോഹരമായ ഒരു ടെഡ്ഡി ബിയറാണ് തൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമായത് എന്നവന് മനസ്സിലായി. അവൻ അവളോട് ചോദിച്ചു, നിനക്കത് വേണോ? അവൾ സ്നേഹാർദ്രമായി കൊതിയോടെ പറഞ്ഞു, എനിക്കത് വാങ്ങിത്തരുമോ? അവളുടെ കൈ പിടിച്ച് അവൻ ആ കടയിലേക്ക് കയറി. എന്നിട്ട് അലമാര തുറന്ന് ആ മനോഹരമായ പാവക്കുട്ടി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവരുടെ നീക്കങ്ങളെല്ലാം കൗതുകത്തോടെ വീക്ഷിച്ചിരുന്ന കടയുടമയോട് അവൻ ചോദിച്ചു, അമ്മാവ, എത്രയാണ് ഈ പാവക്കുട്ടിയുടെ വില? അദ്ദേഹം പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എത്ര പണമുണ്ട്? അപ്പോൾ തൻ്റെ കുഞ്ഞു സെഞ്ചി മേശപ്പുറത്ത് അവൻ ചൊരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് മതിയാവുമോ? അദ്ദേഹം പണമെണ്ണുന്ന അതേ ജാഗ്രതയോടുകൂടി അതെണ്ണിയതിന് ശേഷം പറഞ്ഞു, മതിയാവുമോ എന്നോ? ഇത് ബാക്കിയാണ്. അതിൽ നിന്നും 4 ചിപ്പികൾ മാത്രം അദ്ദേഹം എണ്ണിയെടുത്ത് മേശയുടെ വലിപ്പിലേക്കിട്ടു. 2 പേരും സന്തോഷത്തോടുകൂടി അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ഓടിപ്പോയി. അവർ ഓടിപ്പോകുന്നത് സന്തോഷത്തോടെ നിർവൃതിയോടുകൂടി അദ്ദേഹം നോക്കി നിന്നു. ആ കുട്ടികൾ പോയി എന്നുറപ്പായപ്പോൾ കടയുടെ ജോലിക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തു വിഡ്ഢിത്തമാണ് അങ്ങ് ചെയ്തത്? ഒരു വിലയുമില്ലാത്ത 4 ചിപ്പികൾക്ക് പകരമായി ഇത്രയും വിലയുള്ള ഒരു പാവക്കുട്ടി നൽകാൻ എങ്ങനെയാണ് അങ്ങേക്ക് സാധിച്ചത്? എന്താണ് അങ്ങേക്ക് പറ്റിയത്? അദ്ദേഹം പുഞ്ചിരിയോട് പറഞ്ഞു, ആ ചിപ്പികൾക്ക് വിലയില്ലാത്തത് നമ്മുടെ മുതിർന്നവർക്ക് മാത്രമാണ്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് പണം തന്നെയാണ്. പക്ഷേ ഒരു നാൾ അവൻ വലുതാവും. അന്ന് അവൻ തിരിച്ചറിയും, 4 ചിപ്പികൾക്ക് പകരം താൻ ഒരു പാവക്കുട്ടിയെ വാങ്ങിച്ചു കൊടുത്തതും ഈ കടയും സ്വാഭാവികമായും എന്നെയും അവൻ ഓർമ്മിക്കും. അപ്പോൾ അവൻ്റെ മനസ്സിൽ 1000 നന്മയുടെ നക്ഷത്രങ്ങൾ പൂക്കും. എനിക്കുറപ്പുണ്ട്, അവൻ വഴി ഒരുപാട് പേർ ഇതേപോലെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കും. എടോ, പണമെന്ന് പറയുന്നത് വെറുമൊരു കടലാസ് കഷ്ണം മാത്രമാണ്. ആവശ്യമുള്ളവർക്ക് ഉപകരിക്കുമ്പോൾ മാത്രമാണ് പണത്തിന് മൂല്യമുണ്ടാവുന്നത്. ഈ ലോകത്ത് ആവശ്യത്തിലധികം ഇരുട്ടുണ്ട്. മുതിർന്നവരുടെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് ഈ ലോകം ഇരുട്ട് നിറഞ്ഞതായിരിക്കുന്നു. നമ്മൾ ഒരു നന്മ ചെയ്താൽ 1000 നന്മകളായി അത് നമ്മളിലേക്ക് തിരിച്ചു വരും. എനിക്കുറപ്പുണ്ട്, നാളെ ഒരു ദിവസം ഞാൻ മരണമടഞ്ഞാൽ എൻ്റെ ഖബറിലേക്ക് ഒരു പ്രാർത്ഥന നീണ്ടുവന്ന് അതെന്നെ തൊടും. അത് ആ കുട്ടിയുടേതായിരിക്കും. ഈ കഥ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വീരാൻകുട്ടി മാഷുടെ ഒരു കവിതയാണ്. എന്നിട്ടും എന്നാണ് അതിൻ്റെ പേര്. എന്നിട്ടും ദൈവം ലോകം അവസാനിപ്പിക്കാത്തതെന്താണ്? ഭൂമിയുടെ ഏതോ ഒരു കോണിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുടെ വർത്തമാനം തീരാൻ കാത്തിരിക്കുകയാവും. ലോകം ഉടനെയൊന്നും അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ സംസാരം അത്ര പെട്ടെന്നൊന്നും തീരില്ല. പ്രിയമുള്ളവരെ, വെറുപ്പിൻ്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഈ കഥ നമുക്ക് ഓർമ്മിക്കാം. മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ
ഒരു നക്ഷത്രം പൂത്തിറങ്ങുന്നത് നമുക്കറിയാൻ സാധിക്കും. മനോഹരമാവട്ടെ ഈ ദിവസം.